പ്രമൈസിസിന് അല്ലെങ്കിൽ ഈ സ്ഥലത്ത് നിന്ന് 100 മീറ്റർ അകലെ മാത്രമേ ഓൺലൈൻ വാഹനങ്ങൾ നിർത്താൻ പാടുള്ളൂ. അപ്പോൾ ഒരാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഓൺലൈൻ വാഹനം വിളിച്ചു കഴിഞ്ഞാൽ, ഊബർ ഓട്ടോ വിളിച്ചാൽ, ഓല വിളിച്ചാൽ, കേരള സവാരി വിളിച്ചാൽ 100 മീറ്റർ നടന്നു പോയി മാത്രമേ അവർക്ക് വണ്ടി എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ 100 മീറ്റർ നടന്നു പോകുമ്പോഴോ അവിടെ ചിലപ്പോൾ ആരെങ്കിലും നിന്നിട്ട് വണ്ടിയെ തല്ലുക പിടിക്കുകയൊക്കെ വേണം. കഴിഞ്ഞൊരു ദിവസം ഒരു RTOയുടെ, കേരളത്തിലെ ഒരു RTOയുടെ കാറ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിന് വേണ്ടി ഓടാൻ കൊടുത്തപ്പോൾ, തേക്കടി പോകാൻ കൊടുത്തപ്പോൾ അതിനെ വഴി വെച്ച് തടഞ്ഞ്, അത് ടാക്സി ഓടുന്ന വണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് അതിനെ തടഞ്ഞ് തല്ലി പിടിച്ച് അയാളുടെ ലൈസൻസ് പോയി. അപ്പോൾ ഇത് ഇപ്പോൾ നമ്മുടെ ട്രാൻസ്പോർട്ട് മന്ത്രി ഗണേഷ് കുമാർ പറയുന്നത് ശക്തമായ ഒരു തീരുമാനമാണ്. അല്ലാതെ സസ്പെൻഡ് ചെയ്ത് നിർത്തുകയൊന്നുമില്ല ലൈസൻസ്. ആരാണോ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുത്താൽ ഗൂണ്ടായുസം നടത്തുന്ന അല്ലെങ്കിൽ മറ്റ് വാഹനങ്ങളോട് രജിസ്റ്റർ ചെയ്ത് ഇന്ത്യയിലെ ട്രാൻസ്പോർട്ട് ആക്ട് അനുസരിച്ച്, രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യുന്ന, അതായത് ഇതിന് വേണ്ടി സെപ്പറേറ്റ് രജിസ്ട്രേഷൻ എടുക്കണമെന്ന് പറഞ്ഞത്, ഈ ഓലയും പിന്നെ ഊബറും ഒക്കെ ഓടണമെങ്കിൽ, റാപ്പിഡോ ഓടണമെങ്കിൽ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ എടുക്കണം. അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ, അത് പെട്ടെന്ന് കിട്ടുന്നതാണ്, ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതാണ്, ട്രാൻസ്പോർട്ട് കമ്മീഷണർ കൊടുക്കുന്നതാണെന്ന് പറയുന്നത്. അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് ഓടാൻ പറ്റില്ല. അങ്ങനത്തെ പ്രശ്നമുണ്ട് ഇപ്പോൾ.